വെറുതെ ഇരുന്നപ്പോൾ എനിക്ക് തോന്നി ഒരു കോഴി അങ്ങ് അട വയ്ക്കാമെന്ന്. അത് കുറച്ച് നാളുമായിട്ട് ഇങ്ങനെ അടയിരിക്കുമായിരുന്നേ. അപ്പോൾ എനിക്ക് വെറുതെ ഞാനൊരു ജോലി കൊടുക്കാമെന്ന് കരുതി ഒരു 6-7 മുട്ട എടുത്തിട്ട് ആ കോഴിയുടെ അടിയിലോട്ട് അങ്ങ് വെച്ച് കൊടുത്തു. അപ്പോൾ അവൾ ഭയങ്കര ചട്ടമ്പിയാണ് കേട്ടോ. നമ്മൾ അടുത്തോട്ട് പോലും ഇങ്ങനെ അങ്ങ് കൊത്തും, കണ്ടില്ലേ? അങ്ങനത്തുള്ള സാധനം ഞാൻ വെച്ചതെന്ന് പറഞ്ഞാൽ ജനുവരി 10-ാം തീയതി വെച്ചതാണ്. ജനുവരി 10-ാം തീയതി വെച്ചിട്ട് ഇന്ന് 30-ാം തീയതിയായി. 20 ദിവസമായിട്ടേ ഉള്ളൂ. അപ്പം നമുക്ക് എന്തോ അതിന് നോക്കാം. ഇവിടെ ഇച്ചിരി തീറ്റ കൊടുക്കാമെന്ന് കരുതി ഞാൻ തുറന്നതാണ് കേട്ടോ. ഇത് എന്നെ കൊത്താതെ നീ. അയ്യോ, എന്നെ കൊത്തിക്കിഴി. അയ്യോ, അപ്പം 2 കുഞ്ഞുങ്ങൾ 2 പേരായിട്ടുണ്ട് കേട്ടോ. മുട്ടയൊക്കെ വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ. 20 ആയപ്പോഴേ അങ്ങ് വിരിയും. സാധാരണ 21-നാണ് വിരിയുന്നത്. എന്നാലും 2 മക്കൾ ഇതിനകത്ത് വിരിഞ്ഞ് കിടപ്പുണ്ട്. അവൾ പൊക്കാൻ പോലും സമ്മതിക്കുന്നില്ല. അപ്പം 10-ാം തീയതി വെച്ചാലും 31-ാം തീയതി പിന്നെ വിരിയുമെന്നുണ്ടെങ്കിൽ 21 ദിവസമാണല്ലോ കറക്റ്റ്. അപ്പം കറക്റ്റായിട്ട് 31-നെല്ലാം വിരിയുമെന്നുള്ളതാണ് എൻ്റെ 21 ദിവസമാണ് വേണ്ടിയത്. അപ്പം 20-ന് തന്നെ 2 പേര് 2 മുട്ട വിരിഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് നോക്കട്ടെ. നോക്കട്ടെ എന്ന് എത്ര പേരുണ്ടെന്ന്. എന്താ ഞാൻ 7 മുട്ടയാണ് വെച്ചത്. ഞാൻ 5 അവിടെ ഇരിക്കുക. അവൾ എന്നെ കൊത്തുന്നു സമ്മതിക്കുന്നില്ല. അവിടെ ഇരുന്നായിരുന്നു. ഓക്കെ. അപ്പം എങ്ങനെ വെക്കുന്ന രീതിയൊക്കെ പറഞ്ഞുതരാം കേട്ടോ. പുറകാലെ പറഞ്ഞുതരാം. ഭയങ്കര സാധനം. കുഞ്ഞുങ്ങളെ നോക്കുന്നവളാന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ, നമുക്കത് എന്തായാലും അടച്ചു വയ്ക്കാം. ഇനി ഇപ്പം ഇന്ന് തീറ്റയൊന്നും കൊടുക്കേണ്ട കാര്യം. തീറ്റ കൊടുക്കാമെന്ന് കരുതി തുറന്നതായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കട്ടെ. അപ്പം നമ്മളുടെ കോഴി അട വെച്ചിട്ട് 21-ാം ദിവസം ആയിട്ടുണ്ട്. അപ്പം അവൾ എന്തോ ആക്കിയിട്ടുണ്ടെന്ന് നമ്മൾ നോക്കാം. കുഞ്ഞുങ്ങളും എല്ലാം ഉണ്ടോ? അതവൾ കള്ളിപ്പെണ്ണായിരുന്നു. കണ്ടോ? ആയിരിക്കുന്നു ചക്കരക്കുട്ടികൾ. നമ്മുടെ പൊന്നോമനകൾ ഇരിക്കുന്നുണ്ടോ? ഹായ്, ഹലോ. ചട്ടമ്പി, എന്നെ കൊത്തല്ലേ. ഞാൻ നിന്റെ മക്കളെ ഒന്ന് നോക്കിക്കോട്ടെടി. ഞാൻ എത്ര പേരുണ്ടെന്ന് നോക്കട്ടെ. നിനക്ക് നിന്റെ മക്കളോട് ഇത്രയും കാര്യമാണ്. അയ്യോ, ഞാൻ നോക്കട്ടെ എത്ര പേരുണ്ടെന്ന് നോക്കട്ടെ. പ്രാന്തി. 5 മക്കളെയാണ് കിട്ടിയിരിക്കുന്നത്. 2 എണ്ണം മുട്ട കേടായി പോയി കേട്ടോ.